പറ്റാവുന്നത്രയും ഡീഗ്രേഡിംഗ്, നെഗറ്റീവ് റിവ്യൂ, പോരാത്തതിന് സംഘപരിവാറിന്റെ ബഹിഷ്കരണ ആഹ്വാനം. ഇതെല്ലാം കഴിഞ്ഞ് ടർബോയുടെ ക്ലൈമാക്സ് സീനിൽ ഇതൊന്നും തീരുന്നില്ലല്ലോ എന്ന് മമ്മൂട്ടി പറയുന്നത് പോലെ തിയേറ്ററിൽ ബോംബ് ഭീഷണി എന്നിങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടും മമ്മൂട്ടി ചിത്രം ടർബോ 50 കോടി ക്ലബിൽ ഇടം പിടിച്ചു. 52,11,00,000 രൂപയാണ് 4 ദിവസം കൊണ്ട് ടർബോ നേടിയത്. നിർമ്മാതാക്കളായ മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. അതും റിലീസ് ചെയ്ത് വെറും 4 ദിവസം കൊണ്ടാണ് ടർബോയുടെ ഈ നേട്ടം. കട്ടയ്ക്ക് കൂടെ നിന്ന പ്രേക്ഷകർക്ക് നന്ദിയെന്നാണ് മമ്മൂട്ടി കമ്പനി അറിയിച്ചിട്ടുള്ളത്. മമ്മൂട്ടിയോടുള്ള വിദ്വേഷത്തിന്റെ പേരിൽ, അതായത് മമ്മൂട്ടി ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ആളാണെന്നും അതിന്റെ ആശയം സിനിമകളിലൂടെ പ്രചരിപ്പിക്കാൻ നോക്കുന്ന ആളാണ്, അതിനായി മറ്റു മതവിഭാഗങ്ങളെ മോശമാക്കുന്നു എന്നൊക്കെ ആരോപിച്ചുകൊണ്ട് ടർബോ ബഹിഷ്കരിക്കാൻ സംഘപരിവാർ അനുകൂലികൾ ആഹ്വാനം ചെയ്തെങ്കിലും അതിനെ എല്ലാം പ്രേക്ഷകർ തട്ടിക്കളയുന്ന കാഴ്ചയാണ് തിയേറ്ററുകളിൽ കാണുന്നത്. ബുക്ക് മൈ ഷോ ആപ്പിൽ ഇന്നലെ മാത്രം 1,00,000-ഓളം ടിക്കറ്റുകളാണ് ടർബോയുടേതായി വിറ്റുപോയത്. കുടുംബ പ്രേക്ഷകരുടെ പിന്തുണയാണ് ടർബോയുടെ ബോക്സ് ഓഫീസ് കുതിപ്പിൽ നിർണായക പങ്കുവഹിച്ചത്. എല്ലാത്തരം പ്രേക്ഷകരെയും ഒരേപോലെ സംതൃപ്തരാക്കുന്ന രീതിയിലാണ് വൈശാഖ് ടർബോ ഒരുക്കിയിട്ടുള്ളത്. അതിനൊപ്പം കോമഡിയിലും ആക്ഷനിലും മമ്മൂട്ടിയുടെ അസാധ്യ പ്രകടനവും. കേരളത്തിൽ നിന്ന് മാത്രം 4 ദിവസം കൊണ്ട് 20 കോടിയോളം ടർബോ കളക്ട് ചെയ്തെന്നും അനൌദ്യോഗിക കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. ഓവർസീസ് കളക്ഷൻ കൂടിയാകുമ്പോഴാണ് ടർബോയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 50 കോടിയിലേറെ എത്തിയത്. വിദേശ രാജ്യങ്ങളിലൊക്കെ കളക്ഷൻ കുതിപ്പാണ് ടർബോ നടത്തുന്നത്. പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിൽ. സൗദി അറേബ്യയിൽ ഏറ്റവും വലിയ ആദ്യ ദിന കളക്ഷൻ നേടുന്ന മലയാള ചിത്രം എന്ന റെക്കോർഡും ടർബോ സ്വന്തമാക്കിയിട്ടുണ്ട്. മമ്മൂട്ടിയുടെ ഈ വർഷത്തെ രണ്ടാമത്തെ 50 കോടി ചിത്രം കൂടിയാണ് ടർബോ. നേരത്തെ ഭ്രമയുഗം 50 കോടിയിലേറെ കളക്ട് ചെയ്തിരുന്നു. നിലവിലെ ട്രെൻഡ് തുടരുകയാണെങ്കിൽ 100 കോടി എന്ന നേട്ടത്തിലേക്കും ടർബോ എത്തിയേക്കും. ഇതിനിടെ കോഴിക്കോട് ലിങ്ക് റോഡിലെ മാജിക് ഫ്രെയിം സപ്സര തിയേറ്ററിൽ സിനിമാ പ്രദർശനത്തിനിടെയാണ് ബോംബ് ഭീഷണി ഉണ്ടായത്. ഈ ബോംബ് ഭീഷണി മുഴക്കിയ വ്യക്തിയെ തിരിച്ചറിയുകയും ചെയ്തു. ഇന്നലെ രാത്രി 8:30യോടെയാണ് ടർബോ സിനിമ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കെ തിയേറ്ററിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഭീഷണി സന്ദേശം എത്തിയത്. സന്ദേശത്തിന്റെ ഉറവിടം അന്വേഷിച്ചെത്തിയ പോലീസ് പത്തനംതിട്ട സ്വദേശിയാണ് ഭീഷണി സന്ദേശം അയച്ചതെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇയാളെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ഉടൻ തന്നെ തിയേറ്റർ അധികൃതർ ഷോ നിർത്തിവെക്കുകയും ടൗൺ സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുകയുമായിരുന്നു. തുടർന്ന് ബോംബ് സ്ക്വാഡും ടൗൺ പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പരിശോധനയിൽ ഒന്നും കണ്ടെത്തിയതുമില്ല. അസിസ്റ്റന്റ് കമ്മീഷണർ KG സുരേഷിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത്. അതേസമയം മിഥുൻ മാനുവൽ തോമസിന്റെ തിരക്കഥയിൽ വൈശാഖ് സംവിധാനം ചെയ്ത ടർബോ മെയ് 23-നാണ് റിലീസ് ചെയ്തത്. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച 5ാമത്തെ ചിത്രം കൂടിയാണ് ടർബോ. ആക്ഷൻ കോമഡി ഓണറിൽ അണിയിച്ചൊരുക്കിയ ടർബോയിൽ ടർബോ ജോസ് എന്ന ചായൻ കഥാപാത്രമായാണ് മമ്മൂട്ടി എത്തുന്നത്. ഇതിനിടെ ചിത്രത്തിന്റെ മേക്കിംഗ് വീഡിയോയും നിർമ്മാതാക്കൾ പുറത്തുവിട്ടു. മമ്മൂട്ടി കമ്പനിയുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് ടർബോയുടെ മേക്കിംഗ് വീഡിയോ എത്തിയത്. ഏറെ പ്രശംസ നേടിയ ആക്ഷൻ സീക്വൻസുകൾ ഉൾപ്പെടുത്തിയതാണ് വീഡിയോ. ഫീനിക്സ് പ്രഭുവാണ് സംഘടന സംവിധായകൻ. ഗ്രൂപ്പിന്റെ സഹായമില്ലാതെ അതിസാഹസികമായ സംഘടന രംഗങ്ങൾ ചെയ്യുന്ന മമ്മൂട്ടിയെയും വീഡിയോയിൽ കാണാൻ സാധിക്കും. ആക്ഷൻ പോലെ തന്നെ ചിത്രത്തിലെ കാർ ചേസിംഗ് സീനുകളും പ്രശംസ നേടിയിരുന്നു. 200 കിലോമീറ്റർ സ്പീഡ് ചേസിംഗ് വരെ ചിത്രീകരിക്കാൻ സാധിക്കുന്ന ഹോളിവുഡ് സിനിമകളിലെ ചേസിംഗ് സീനുകളിൽ ഉപയോഗിക്കുന്ന ഡിസ്പ്ലേ മോഷൻ ബ്ലർ മെഷർമെന്റിന് അനുയോജ്യമായ പെർസ്യൂട്ട് ക്യാമറയാണ് ടർബോയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.